മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് എസ് രാജമൗലി. സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി ഏറെ ആകാംക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. SSMB29 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മാത്രമല്ല, പ്രൊജക്ടിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും വളരെയധികം ആവേശത്തോടെയാണ് ഏവരും ഏറ്റെടുക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിലെ നായികയെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്ര സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ പരന്നത്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സിനിമാ പ്രവർത്തകർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രിയങ്ക ചോപ്ര ഹൈദരാബാദിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഈയിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കാമെന്ന കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് കാരണമായി. 2021 OTTയിൽ റിലീസ് ചെയ്ത ദി വൈറ്റ് ടൈഗർ എന്ന ഇന്ത്യൻ ചിത്രത്തിന് ശേഷം ഒരു ഇന്ത്യൻ സിനിമയിലും പ്രിയങ്ക ചോപ്ര പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. 2019 പുറത്തിറങ്ങിയ ദി സ്കൈ ഈസ് പിങ്ക് എന്ന ചിത്രമാണ് തിയേറ്ററിൽ എത്തിയ പ്രിയങ്കയുടെ അവസാന ചിത്രം. എന്നാൽ രാജമൗലി സംവിധാനം ചെയ്ത് മഹേഷ് ബാബുവിനെ നായകനാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രത്തിൽ താരം എത്തുകയാണെങ്കിൽ പ്രിയങ്കയുടെ ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരിക്കും കാണാനാവുക. തെലുങ്ക് സിനിമയിലെ മഹേഷ് ബാബുവും രാജമൗലിയും ഒന്നിക്കുന്ന ആദ്യ സിനിമ എന്ന നിലയിൽ അതിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ ആരാധകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. പ്രിയങ്കയെ കൂടാതെ മലയാളത്തിൽ നിന്നുള്ള ഒരു നടൻ സിനിമയിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും ഏറെ ചർച്ചയായിരുന്നു. ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായി എത്തുന്ന ഈ സിനിമയിൽ മഹേഷ് ബാബുവിന്റെ വില്ലനായി നടൻ പൃഥ്വിരാജ് എത്തുമെന്ന വാർത്തകളാണ് പുറത്തെത്തിയത്. 1000 കോടിയിലധികം രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ പൂർത്തിയായെന്നും ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആമസോൺ മഴക്കാടുകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ചിത്രം സാഹസികതയും ആക്ഷനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് സീക്വൻസുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ഇന്ത്യ, US, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും ചിത്രീകരണം എന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രം 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും സംബന്ധിച്ച ഔദ്യോഗിക വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും വരാനിരിക്കുന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തും. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പോൾ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ആദ്യ പകുതിയോടെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീദുർഗ ആർട്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായാണ് രാജമൗലി കണക്കാക്കപ്പെടുന്നത്. രാംചരണും ജൂനിയർ NTRും അഭിനയിച്ച അദ്ദേഹത്തിന്റെ RRR ഓസ്കർ വരെ നേടി രാജ്യത്തിനാകെ അഭിമാനമായി മാറിയ ചിത്രമാണ്. ചിത്രത്തിലെ നാട്ടുനാട്ട് എന്ന ഗാനത്തിന് ഓസ്കറും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് രാജ്യം ഒന്നാകെ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ബാഹുബലി, RRR തുടങ്ങിയ സിനിമാറ്റിക് മാസ്റ്റർ പീസുകൾ സൃഷ്ടിച്ച സംവിധായകനായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരടക്കം കാത്തിരിക്കുന്നത്.